പറഞ്ഞു പറ്റിച്ച ഇന്നസെന്റിനോടും ഇടതു മുന്നണിയോടും ചില ചോദ്യങ്ങൾ. ഞങ്ങൾ ആദ്യം പ്രേക്ഷകരെ ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ഇടത് എം പി ഇന്നസെന്റും അടക്കം ചില ഇടതുമുന്നണി നേതാക്കൾ ഇടതുമുന്നണിയുടെ മദ്യനയം എന്തായിരിക്കുമെന്ന് പൊതുജന സമക്ഷം പ്രഖ്യാപിച്ച വീഡിയോകളാണ് അവ. ഞങ്ങൾ കാണുന്നത് മദ്യവർജനമാണ് ഞങ്ങളുടെ നയമായി. UDF-നെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലെ ഒരു കാപട്യ നയം ഞങ്ങൾക്കില്ല. CPM-ന്റെ നയം മദ്യവർജനമാണ്. ആരും മദ്യം ഉപയോഗിക്കരുത്. ഇതിനുവേണ്ടി ബോധവൽക്കരണവും പ്രവർത്തനവും നടത്തി മദ്യപാനികളില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. CPM മദ്യപാനത്തിനെതിരാണ്. മദ്യം ആരും ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങൾ പൊതുവായിട്ട് ഒരാൾക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല, കൊടുക്കുന്ന പ്രശ്നവുമില്ല. ഇപ്പോ അന്ന് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത ഇളവ് ഇപ്പൊ പഞ്ചായത്തുകൾക്കും കൊടുത്തിരിക്കുകയാണ്. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയും. പ്രേക്ഷകർ ഇനി 2 നിമിഷങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒന്ന് മാറ്റിവെക്കണം. UDF സർക്കാർ ഏതാനും പേർക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്ന വിഷയത്തിൽ കോഴ വാങ്ങി എന്ന വിഷയം ഉയർത്തിപ്പിടിച്ച വോട്ട് ചോദിക്കുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ മദ്യനയം ഭാവിയിൽ എന്തായിരിക്കുമെന്ന് വിശദീകരിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മുമ്പ് കണ്ടത്. ഒപ്പം ആ മദ്യനയത്തിന് പ്രചാരം നൽകാൻ മുൻ ഇടത് എം പി ഇന്നസെന്റും അന്തരിച്ച KPSC ലളിതയും അഭിനയിച്ച ഇടതു മുന്നണി വൻ പ്രചാരം നൽകിയ പ്രമോഷണൽ വീഡിയോയിലെ ചില ദൃശ്യങ്ങളും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. 2ാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച പിണറായി സർക്കാർ ധാരാളം മദ്യക്കടകൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അനന്തരഫലം കേരളത്തിൽ കുടുംബ തകർച്ചകളും ആത്മഹത്യകളും കലാപങ്ങളും വർദ്ധിക്കുന്നതായിരിക്കും. അനേകം ക്രിമിനലുകളെയും കൂടുതൽ അനാഥരെയും കൂടുതൽ വിധവകളെയും സർവോപരി ധാരാളം കുട്ടിക്കുടിയന്മാരെയും ഈ കടകൾ സൃഷ്ടിക്കും. കുടിയന്മാരുടെ സൗകര്യത്തെ കരുതി ഏറെക്കുറെ 175ഓളം പുതിയ മദ്യക്കടകൾ തുടങ്ങാനും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മുമ്പ് പൂട്ടിപ്പോയ 68 മദ്യശാലകൾ പൂർവാധികം സൗകര്യത്തോടെ ആരംഭിക്കാനുമാണ് പിണറായി സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. പല കുടുംബങ്ങളിലെയും സഹോദരിമാരുടെയും മക്കളുടെയും നെഞ്ചിൽ അശ്വിനിപാദം പോലെ പതിക്കുന്നതാണെങ്കിലും കുടിയന്മാരെ അത്യധികം ആവേശം കൊള്ളിക്കുന്ന ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നാൽ കേരളത്തിലൊട്ടാകെ ഇപ്പോഴുള്ളതിന് പുറമെ 243 മദ്യക്കടകൾ കൂടി നിലവിൽ വരും. അങ്ങനെ ആകെ മൊത്തം 682 മദ്യശാലകൾ. അതായത് ഒരു ജില്ലയ്ക്ക് മാത്രമായി ഏകദേശം 48ലധികം മദ്യശാലകൾ. അതങ്ങനെ തുറന്നു വെച്ച നാടൊട്ടുക്കും കെട്ടിപ്പൊക്കിയിരിക്കുന്ന അനേകം സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്കും ലാബുകൾക്കും മെഡിക്കൽ ഷോപ്പുകൾക്കും കൊള്ളലാഭം കൊയ്യാൻ അവസരം ലഭിക്കും. അവർക്ക് കൂടുതൽ കരൾ രോഗികളെയും ഹൃദ്രോഗികളെയും അപകടത്തിൽപ്പെടുന്നവരെയും ചികിത്സിക്കാൻ ലഭിക്കും. കൂട്ടത്തിൽ ആംബുലൻസുകാർക്കും ശവപ്പെട്ടി കടക്കാർക്കും അവസരങ്ങൾ ഏറും. VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഘട്ടം ഘട്ടമായി സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പൂട്ടിക്കെട്ടിയ മദ്യശാലകളാണ് പിണറായിയുടെ സർക്കാർ ഘട്ടം ഘട്ടമായി തുറന്ന് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2016-ൽ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായി ഹാസ്യതാരം ഇന്നസെന്റിനെയും അമ്മ നടി KPSC ലളിതയെയും അണിനിരത്തി ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ആ പരസ്യം പ്രേക്ഷകർ മറന്നു കാണില്ല. UDF-ന്റെ മദ്യനയം വലിയ തമാശയാണ് എന്നായിരുന്നു അന്ന് ഇന്നച്ചൻ തട്ടിമൂളിച്ചത്. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കുമെന്നും മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്നും പറഞ്ഞും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞും ഇടതുപക്ഷത്തിന് വോട്ട് ചോദിച്ച ചാലക്കുടി മുൻ ഇടത് MP കൂടിയായ ഇന്നച്ചന് എന്താണാവോ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് എന്നറിയാൻ ബുദ്ധി CPM-ന് പണയം വെച്ചിട്ടില്ലാത്ത മലയാളികൾക്ക് താല്പര്യമുണ്ട്. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരായ LDF മദ്യപാനികളെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നുണയന്മാരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിച്ചത് അടുത്തിടെ അന്തരിച്ച KPSC ലളിതയാണ്. മുഖ്യമന്ത്രി തന്നെ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള പദം ഉപയോഗിച്ച് ചോദിച്ചാൽ യാതൊരു ഉളുപ്പുമില്ലാതെ പൊതുജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ
ഇടതുപക്ഷ ഗവൺമെന്റിന് എങ്ങനെ കഴിയുന്നു? ഇപ്പോൾ തൃക്കാക്കരയിലും വ്യാജ വാഗ്ദാനങ്ങളുടെ പെരുന്നുണകൾ കൊണ്ട് പ്രകടന പത്രിക തയ്യാറാക്കി അവർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാരോട്, പ്രത്യേകിച്ച് തൃക്കാക്കരയിലെ വോട്ടർമാരോട് പറയാനുള്ളത് അന്തരിച്ച KPSC ലളിത പറഞ്ഞത് തന്നെയാണ്: നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഇനിയും ഇത്തരം കാപട്യങ്ങൾക്ക് മുമ്പിൽ വീണു പോകരുത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും കേരളത്തെ മദ്യത്തിൽ മുക്കി നശിപ്പിക്കാനാണ് ഈ സർക്കാരിന്റെ ഭാവമെങ്കിൽ ഇനി വരാനിരിക്കുന്നത് എത്ര ഭീകരമായ അവസ്ഥയായിരിക്കും. പിണറായി സർക്കാരിന്റെ അവധാനങ്ങളെ പാടി വാഴ്ത്തി തിരുവാതിരയാടിയ ചേച്ചിമാർക്ക് ആടുന്നതിന് വലിയ പ്രതിഫലം ലഭിക്കുന്നത് കൊണ്ട് ഇതെല്ലാം കണ്ടാലും കേട്ടാലും ഒന്നും തോന്നുകയില്ല. പക്ഷേ സാധാരണ വീട്ടമ്മമാർക്ക് ഇക്കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കഴിയും. കേരള കുറ്റികൾ ഇന്ന് പാർട്ടി ഓഫീസുകളിൽ വിശ്രമിക്കുന്നത് പോലെ അവർ ശ്രമിച്ചാൽ മദ്യക്കുപ്പികൾ ബിവറേജ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ തന്നെ വിശ്രമിക്കും. അത്തരമൊരു മൂവ്മെന്റ് കേരളത്തിൽ ശക്തി പ്രാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മദ്യവിരുദ്ധ സമരങ്ങൾക്ക് എന്നും ചുക്കം പിടിച്ചിട്ടുള്ള കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെയാകട്ടെ ആ ധർമ്മ സമരത്തിന്റെ തുടക്കം. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. കേരളത്തിൽ മദ്യവർജനത്തിന് വേണ്ടി ഒരായുസ് മുഴുവൻ ഗാന്ധിയൻ സമരം നടത്തി പോരാടിയ MP മന്മഥനെ പോലെ ഉള്ളവരുടെ ശവകുടീരങ്ങളെ നോക്കി ഇടത് സർക്കാർ കൊഞ്ഞനും കുത്തി ചിരിക്കുകയാണ് എന്നെങ്കിലും തിരിച്ചറിഞ്ഞ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കേരള സമൂഹത്തിന് കഴിയട്ടെ.